നിങ്ങളൊരു മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായി കാണണം. കാര്യം ഈ വീഡിയോയ്ക്കകത്തിൽ ഇവിടെ ദുബായിൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ജോലി സാധ്യതയെക്കുറിച്ചും അവരുടെ ഒരു ഹൈ ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അബീബി, കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാം ഒരുപാട് ആളുകൾ ചോദിച്ചൊരു പ്രൊഫൈലാണ്, അല്ലെങ്കിൽ പറയുകയും ചോദിച്ചൊരു കാര്യമാണ് ഈ മെഡിക്കൽ ടെക്നോളജിസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നീഷ്യനെ കുറിച്ച്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ ദുബായിൽ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടെക്നോളജിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഈ മെഡിക്കൽ ടെക്നോളജി മേഖലയിലെ ആദ്യത്തെ പ്രൊഫൈൽ നോക്കാം. അത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് ആണ്. ഇവിടെ ഈ പറയുന്ന ലാബുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലിനിക്കുകളിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ ഒരു ലബോറട്ടറി വിങ് ഉണ്ടാവും. ഈ ലാബിലെല്ലാം ഇവർക്ക് ഈ പറയുന്ന ലബോറട്ടറി ക്ലിനിക്കൽ ടെക്നീഷ്യൻസിൻ്റെ ആവശ്യമുണ്ടാകും. അതായത് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും ഇങ്ങനെ വേണ്ടപ്പെട്ട എല്ലാ രീതിയിലുമുള്ള ടെസ്റ്റുകൾക്കെല്ലാം ഈ പറയുന്ന ക്ലിനിക്കൽ ലബോറട്ടറീസിൻ്റെ ആവശ്യം കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ഒരു ഡിമാൻഡ് ഇവിടെ ഹൈലി കൂടുതലാണ്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. അതായത് ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന് ഇവിടെ ദുബായിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. ഇവർക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ക്ലിനിക്കൽ ലബോറട്ടറി സയൻസ് എന്നീ മേഖലകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു റിലേറ്റഡ് ഫീൽഡിലുള്ളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഈ പറയുന്ന ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസിന് ഇവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഈ പറയുന്ന ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനെ നമുക്കൊരു 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി ലെവല്, മിഡ് ലെവല്, സീനിയർ ലെവല്. ഇനി ഇവർക്ക് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ ഓൾ ഓവർ UAE വർക്ക് ചെയ്യാൻ വേണ്ട കുറച്ച് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ASCP ഓർ AMD സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ UAE രജിസ്ട്രേഷൻ വിത്ത് DHA ഓർ MOH AP നിർബന്ധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നോക്കാം. ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത്, അതായത് എൻട്രി ലെവൽ പോസ്റ്റിലുള്ള ഒരാളെന്ന് പറയുന്നത് ഒരു ന്യൂ ഗ്രാജുവേഷനും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ലബോറട്ടറി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മേഖല എൻട്രി ലെവലിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു മിഡ് ലെവലിലുള്ള ഒരാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് ക്ലിനിക്കൽ ലാബ് ടെക്നോളജിയിൽ 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു സീനിയർ ലബോറട്ടറി റോൾ അല്ലെങ്കിൽ ഒരു മാനേജേരിയൽ പൊസിഷനിലുള്ള ഒരു പ്രവൃത്തി പരിചയം, ഒരു 5 വർഷത്തിന് മുകളിലുള്ളൊരു എക്സ്പീരിയൻസ് ഇവർക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്കൊരു സീനിയർ ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവർക്ക് കിട്ടുന്ന ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ആവറേജ് സാലറി റേഞ്ച് നമുക്കൊന്ന് നോക്കാം. ഒരു എൻട്രി ലെവലിലുള്ള ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 4000 മുതൽ 5000 ദിർഹംസ് വരെയാണ്. അതായത് നമുക്കൊരു ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90000 മുതൽ 1,20,000 ഉള്ളിലാണ് ഒരു എൻട്രി ലെവലുള്ള ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന് കിട്ടുന്നത്. ഇനി ഒരു മിഡ് ലെവൽ ക്ലിനിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെ, അതായത് 2,25,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി ഒരു സീനിയർ ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്. INR നോക്കിക്കഴിഞ്ഞാൽ 2,70,000 മുതൽ 3,15,000 രൂപ വരെയാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അതാണ് ഹീമറ്റോളജി ടെക്നോളജിസ്റ്റ്. അതായത് ഈ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ പരിശോധിച്ച് ഈ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കീമിയ, അനീമിയ, അതുപോലെ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആളുകളാണ്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് നോക്കാം. ഇവർക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ ഹീമറ്റോളജിയിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർ ഇവിടെ അല്ലെങ്കിൽ UAE ഓൾ ഓവർ UAE ഈ പറയുന്ന ഒരു പ്രൊഫൈലിൽ വർക്ക് ചെയ്യാൻ എലിജിബിലിറ്റി ആവത്തുള്ളൂ. ഇനി ഇവരെ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, അതായത് ഇവിടെ UAE വർക്ക് ചെയ്യാൻ വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ASCP ഓർ AMD സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം. അതുപോലെ UAE വർക്ക് ചെയ്യണമെങ്കിൽ DHA ഓർ MOH AP രജിസ്ട്രേഷനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കാം. അതായത് ഈ 3 ലെവലിലുള്ള ആളുകൾക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹീമറ്റോളജി ടെക്നോളജിസ്റ്റ് പ്രൊഫൈലിലേക്ക് ഒരു ന്യൂ ഗ്രാജുവേഷനും അപ്ലൈ ചെയ്യാം, അതായത് ഒരു എൻട്രി ലെവലിലേക്ക്. അതുപോലെ തന്നെ 1 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഈ പറയുന്ന 1 മുതൽ 2 വർഷത്തുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മിഡ് ലെവലിൽ പോകാൻ പറ്റില്ല, അവർക്കും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു മിഡ് ലെവലിൽ വേണ്ട ഒരു ടെക്നോളജിസ്റ്റിന് വേണ്ട നമുക്കൊരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഹീമറ്റോളജിയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതായത് ഹീമറ്റോളജിയിൽ
ഹീമറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. ഇനി സീനിയർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് ഹീമറ്റോളജി ഓർ ലബോറട്ടറി മാനേജ്മെന്റിൽ 5 വർഷത്തിന് മുകളിലുള്ള സ്ട്രോങ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു സീനിയർ ലെവലിലേക്ക് അല്ലെങ്കിൽ സീനിയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കാം നമുക്കൊന്ന്. ഒരു എൻട്രി ലെവലുള്ള ഒരു ഹീമറ്റോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. ഒരു ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2,25,000 മുതൽ 2,70,000 വരെ ഒരു മാസം ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി. ഇനി മിഡ് ലെവലുള്ള ഒരു ഹീമറ്റോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 11,000 മുതൽ 13,000 ദിർഹംസ് വരെയാണ്. INR എന്ന് പറയുന്നത് 2,40,000 മുതൽ 2,90,000 രൂപ വരെ. ഇനി സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 13,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. അതായത് 2,90,000 മുതൽ 3,35,000 രൂപ വരെ. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈലിലോട്ട് പോകാം. അതാണ് മൈക്രോബയോളജി ടെക്നോളജിസ്റ്റ്. ഈ മൈക്രോബയോളജി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പാരാസിറ്റിക്സ് ഇൻഫെക്ഷൻസ് ഇതുപോലെയുള്ള സാമ്പിൾസുകൾ അനലൈസ് ചെയ്യുന്നവരാണ് ഈ മൈക്രോബയോളജി ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഇവർക്ക് മൈക്രോബയോളജി ഓർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ASCP, AMG ഓർ ഇക്വലന്റ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട രജിസ്ട്രേഷൻ ആണ് DHA അല്ലെങ്കിൽ MOHAP രജിസ്ട്രേഷൻ. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് പ്രൊഫൈൽ ലെവൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എൻട്രി ലെവലിലേക്ക് ഒരു ന്യൂ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു മിനിമൽ മൈക്രോബയോളജിയിൽ ഒരു മിനിമൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിനും എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു മിഡ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ലാബ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നീ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഇവർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്കൊന്ന് നോക്കാം. എൻട്രി ലെവലിലുള്ള ഒരു മൈക്രോബയോളജിസ്റ്റിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്. INR-ലോട്ട് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,70,000 മുതൽ 3,15,000 രൂപ വരെയാണ്. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മിഡ് ലെവലിലുള്ള ഒരു മൈക്രോബയോളജിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെയാണ്. ഇത് INR-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3,15,000 മുതൽ 3,60,000 രൂപ വരെ. ഇനി നേരെ സീനിയർ ലെവലിലോട്ട് പോകാം. ഇവരുടെ ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 16,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്. അതായത് 3,60,000 മുതൽ 4,00,000 രൂപ വരെ. ഇനി അടുത്ത പ്രൊഫൈലിലോട്ട് പോകാം. ഇതാണ് ബയോകെമിസ്ട്രി ടെക്നോളജിസ്റ്റ്. ഇവരുടെ ഒരു മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ്, യൂറിന് എന്നിങ്ങനെയുള്ള സാമ്പിളുകൾ പരിശോധിച്ച് മെറ്റബോളിക്സ് ആൻഡ് ഓർഗൻ ഫങ്ഷൻസ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അതായത് UAE വർക്ക് ചെയ്യാനെ കൊണ്ട് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബയോകെമിസ്ട്രി ഓർ റിലേറ്റഡ് ഫീൽഡിലുള്ളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇവരെയും നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ്, അതായത് ഈ പറയുന്ന ബയോകെമിസ്ട്രി ടെക്നോളജിസ്റ്റിന് ഇവിടെ UAE വർക്ക് ചെയ്യാൻ വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ASCP, AMG ഓർ ഇക്വലന്റ് സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ നിർബന്ധമായും DHA ഓർ MOHAP ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കാം. ഒരു എൻട്രി ലെവലിലുള്ള ഒരു പൊസിഷനിലേക്ക് ന്യൂ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു മിനിമലായിട്ടുള്ള, അതായത് ഒരു 1 ഇയറിനകത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് അല്ലെങ്കിൽ എൻട്രി പോസ്റ്റിലേക്ക് ഇവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ 2 മുതൽ 5 വർഷത്തെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഇവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന മിഡ് ലെവലിലുള്ള ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് സീനിയർ ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലാബ് ലീഡർഷിപ്പ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ് എക്സ്പെർട്ടീസ് എന്നീ മേഖലകളിൽ ഒരു 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സീനിയർ, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീനിയർ ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും.
ഇനി ഇവർക്ക് കിട്ടുന്ന, അതായത് ഒരു ബയോകെമിസ്ട്രി ടെക്നോളജിസ്റ്റിന് ഇവിടെ കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ബയോകെമിസ്ട്രി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 11,000 മുതൽ 13,000 ദിർഹംസ് വരെയാണ്. അതായത് അയ്യനാലോട് നോക്കിക്കഴിഞ്ഞാൽ 2,45,000 മുതൽ 2,90,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 13,000 മുതൽ 15,000 ദിർഹംസ് വരെ, അതായത് 2,90,000 മുതൽ 3,35,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 17,000 ദിർഹംസ് വരെ, അതായത് INR എന്ന് പറയുന്നത് 3,35,000 മുതൽ 3,80,000 രൂപ വരെ. ഈ മെഡിക്കൽ ടെക്നോളജിസ്റ്റിൽ അടുത്ത് വരുന്ന പ്രൊഫൈലാണ് ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റ്. ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ബ്ലഡ് കളക്ടിങ്, പ്രോസസ്സിംഗ്, ടെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അതായത് ഇവിടെ UAE വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് വേണ്ട ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനകത്തിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ വന്ന് അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവരെ നമുക്ക് 3 ലെവലിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവല്. ഇനി ഇവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ്, അതായത് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ AACP, AMD ഓർ സിമിലർ സർട്ടിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ നിർബന്ധമായും വേണ്ടതാണ് DH ഓർ MOH AP. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നാട്ടിൽ നിന്നും DHA ചെയ്യാൻ പറ്റും. DH ഓർ MOH നിങ്ങൾക്ക് നാട്ടിൽ നിന്നും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നാട്ടിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഏതൊക്കെയാണെങ്കിലും അതിൻ്റെ എന്താ പറയുക, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊഫൈൽ നോക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് 100% ജെനുവിൻ ആണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. അവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് എടുക്കാം. 1-2 മാസത്തെ കോച്ചിങ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവൂ. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതന്നെ ഒരു വിസിറ്റിൽ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കർ വിസയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു വിസ കാലാവധി നിങ്ങൾ ഈ DHAക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള MOH സർട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോകുമ്പം നിങ്ങളുടെ ആ ഒരു വിസയുടെ ഡേയ്സ് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നീട് വന്നിട്ട് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ ഡേയ്സ് കുറവായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവും. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് ആട്ടെ വെച്ചുകൊണ്ട് കയറാൻ പോകും. അഥവാ ഇനി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടിയും വരും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ നേരത്തെ കയ്യിലാക്കി, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ തന്നെ ഇങ്ങോട്ട് കയറി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വന്നാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ ജോലിക്ക് കയറാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കാം. ഈ ഒരു എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളൊരു ന്യൂ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 2 വർഷത്തിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഈ എൻട്രി ലെവലിലേക്ക് പറ്റൂ. അല്ല, നിങ്ങൾ ചിന്തിക്കരുത് എനിക്കൊരു 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ എനിക്കൊരു മിഡ് ലെവലിലോട്ട് പോകാമെന്ന്. പറ്റത്തില്ല. നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് മിഡ് ലെവൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മുതൽ 5 വർഷത്തെ ബ്ലഡ് ബാങ്ക് ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മിഡ് ലെവൽ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ പൊസിഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലാബ് സൂപ്പർവൈസേഴ്സ് ഓർ ട്രാൻസ്ഫ്യൂഷൻ സേഫ്റ്റി എക്സ്പേർട്ട് എന്നീ മേഖലകളിൽ നിങ്ങൾക്കൊരു 5 വർഷത്തിന് മുകളിൽ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സീനിയർ ലെവലിലേക്കുള്ള പൊസിഷനിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിഡ് ലെവലുള്ള ഒരാളാണ്, നിങ്ങൾ ഈ പറയുന്ന മേഖല നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈവൻ ഇവിടെ ആണെങ്കിൽ പോലും ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന സീനിയർ ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ സീനിയർ ലെവലിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനും കിട്ടാനും യോഗ്യത നേടത്തുള്ളൂ. ഇനി നമുക്ക് ഈ പറഞ്ഞ ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റിന്റെ ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാസം AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെ ഒരു മാസം ഇവർക്ക് ആവറേജ് സാലറി ആയിട്ട് ലഭിക്കും. ഇനി INR നോക്കിക്കഴിഞ്ഞാൽ 2,25,000 മുതൽ 2,70,000 രൂപ വരെയാണ് ഇവരുടെ ഒരു മാസത്തെ INR സാലറി കിട്ടുന്നത്. ഇനി നമുക്കൊരു മിഡ് ലെവലിലോട്ട് നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. അതായത് 2,70,000 മുതൽ 3,15,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവലിലുള്ളൊരു ബ്ലഡ് ബാങ്ക് ടെക്നോളജിസ്റ്റിന്റെ സാലറി നോക്കാം. ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെ. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അതാണ് പത്തോളജി
ടെക്നോളജിസ്റ്റ്. ഈ പതോളജി ടെക്നോളജിസ്റ്റ് മെയിനായിട്ടും ചെയ്യുന്നത് വെച്ചാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസുകളാണ്, അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇവർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ സാമ്പിളിംഗ്, എയ്ഡിങ് പതോളജിസീസ്, അങ്ങനെ തുടങ്ങിയ ഈ പറഞ്ഞ ക്യാൻസർ കണ്ടെത്താനെ കൊണ്ടുള്ള ടെക്നോളജികളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനെ കൊണ്ട് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ പതോളജിയിലെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായും ഉണ്ടായിരിക്കണം, എങ്കിലേ ഇവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും ASCP, AMD ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനും വേണം. അതുപോലെ തന്നെ DHAയും MOH APയും ഇവർക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ എക്സ്പീരിയൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലായിട്ടുള്ള ഒരു പതോളജി ടെക്നോളജിസ്റ്റിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളൊരു ന്യൂ ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തം കഴിഞ്ഞിറങ്ങിയ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ എൻട്രി ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു മിഡ് ലെവലുള്ള ഒരാൾക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിസ്റ്റോ പതോളജിയിൽ 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മിഡ് ലെവൽ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലാബ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പതോളജി അനാലിസിസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അഡ്വാൻസ് ലെവലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 5 വർഷവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സീനിയർ ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കൂ. നിങ്ങൾക്ക് ഒരു സീനിയർ ലെവലിലേക്ക് പ്രൊഫൈല് നിങ്ങൾക്ക് അപ്പ് ചെയ്യാനും, അതായത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു പതോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. INR നോക്കിക്കഴിഞ്ഞാൽ 2,25,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. മിഡ് ലെവലുള്ള ഒരു പതോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്. INR 2,70,000 മുതൽ 3,15,000 രൂപ വരെ. ഇനി നേരെ സീനിയർ ലെവൽ, ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെ, അതായത് 3,15,000 മുതൽ 3,60,000 രൂപ വരെ. അടുത്തതാണ് റേഡിയോളജി ടെക്നോളജിസ്റ്റ്, അതായത് എക്സ്റേ, CT, MRI തുടങ്ങിയ ടെക്നോളജിസ്റ്റുകൾ. ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയ പേഷ്യൻസിന്റെ ഇമേജ് ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് ആദ്യം നോക്കാം. റേഡിയോളജി ടെക്നോളജി ഓർ മെഡിക്കൽ ഇമേജിങ്ങിൽ ഇവർക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർക്ക് ഈവൻ അപ്ലൈ ചെയ്യാൻ പോലും സാധിക്കത്തുള്ളൂ. ഇനി ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ARRT, അതായത് അമേരിക്കൻ രജിസ്ട്രി ഓഫ് റേഡിയോളജിക് ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ഇവർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് നിർബന്ധമായും വേണ്ട രജിസ്ട്രേഷനാണ് DHA ഓർ MOH AP. ഇനി ഇവർ ഒരു പ്രൊഫൈൽ ലെവൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിലേക്ക് ഒരു ന്യൂ ഗ്രാജുവേറ്റിന്, അതായത് പഠിച്ചിറങ്ങിയ ഒരാൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ 2 വർഷത്തിനുള്ളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മിഡ് ലെവലിലോട്ട് പോകാൻ പറ്റില്ല. 2 വർഷത്തിനുള്ളിലാണ് എക്സ്പീരിയൻസ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് മിഡ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 2 മുതൽ 5 വർഷത്തെ ഇമേജിംഗ് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി സീനിയർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഇമേജിംഗ് ഓർ മാനേജ്മെന്റിൽ ഇവർക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സീനിയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിൽ ഒരു 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ലെവലിലേക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയാണ് മെയിൻ കാര്യം, അതായത് സാലറി. അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ നമുക്കൊരു എൻട്രി ലെവലിലുള്ള ഒരു റേഡിയോളജി ടെക്നോളജിസ്റ്റിന്റെ സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസം ഇവിടുത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്, അതായത് 2,70,000 മുതൽ 3,15,000 രൂപ വരെ ഇവർക്ക് ഒരു മാസം ആവറേജ് ആയിട്ട് കിട്ടും. ഇനി മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെയാണ് ഇവർ ഒരു മാസം ആവറേജ് സാലറി, അതായത് 3,15,000 മുതൽ 3,60,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവൽ, ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 16,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്, അതായത് 3,60,000 മുതൽ 4,00,000 രൂപ വരെ. ഇനി അടുത്തതാണ് സൈറ്റോളജി ടെക്നോളജിസ്റ്റ്. ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെൽസ് അനലൈസ് ചെയ്ത് കണ്ടീഷൻസ് വിലയിരുത്തുക, അതായത് ക്യാൻസർ, ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കണ്ടീഷൻസ് അനലൈസ് ചെയ്യുക
എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അതായത് ഇവിടെ വർക്ക് ചെയ്യാൻ, അതായത് UAE വന്ന് വർക്ക് ചെയ്യാനെ കൊണ്ട് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓർ സൈറ്റോളജിയിൽ ഇവർക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്കും AICP ഓർ AMD സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ DHA ഓർ MOH AP നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു പ്രൊഫൈലാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ, അതായത് ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ DHA വേണം, UAE വർക്ക് ചെയ്യണമെങ്കിൽ MOH നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് DHA അല്ലെങ്കിൽ MOH ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കീപ്പ് ചെയ്യുക തന്നെ വേണം. ഇനി നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലുള്ള ഒരു സൈത്തോളജി ടെക്നോളജിസ്റ്റിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റുള്ള പ്രൊഫൈലുകളെ പോലെ തന്നെയും ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമുക്കൊരു മിഡ് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൈത്തോളജി അല്ലെങ്കിൽ പതോളജിയിൽ 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മിഡ് ലെവൽ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ജോലി ഇന്റർവ്യൂ കോൾ വരാനും സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കി കഴിഞ്ഞാൽ ഒരു സീനിയർ ലെവലുള്ള ഒരു ആൾക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി മാനേജേരിയൽ ലെവലിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സീനിയർ ലെവലുള്ള ഒരു സീനിയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നമുക്കൊന്ന് നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു സൈത്തോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. അത് INR നോക്കിക്കഴിഞ്ഞാൽ 2,25,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് നോക്കാം. ഇവർക്ക് മിഡ് ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്. അതായത് 2,70,000 മുതൽ 3,15,000 രൂപ വരെ. ഇനി സീനിയർ ലെവലുള്ള ഒരു സൈത്തോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെയാണ്. അതായത് 3,15,000 മുതൽ 3,60,000 രൂപ വരെ. അടുത്ത പ്രൊഫൈലാണ് ഹിസ്റ്റോപതോളജി ടെക്നോളജിസ്റ്റ്. ഇവരുടെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് പതോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടിഷ്യൂസ് പ്രിപ്പയർ ചെയ്യുക, സാമ്പിൾസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഹിസ്റ്റോപതോളജി ഓർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഇവർക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവരെയും നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻസ്, അതായത് ഇവിടെ UAE അല്ലെങ്കിൽ എസ്പെഷ്യലി ദുബായിൽ വന്ന് വർക്ക് ചെയ്യാനെ കൊണ്ട് വേണ്ട മെയിനായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും AICP AMD അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ DHA MOH AP നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ഓഫ് പ്രൊഫൈൽ ലെവൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലുള്ള ഒരു ഹിസ്റ്റോപതോളജി ടെക്നോളജിസ്റ്റിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 1 year എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഒരു എൻട്രി ലെവലിലേക്ക് വേണ്ടത്. എന്നാൽ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കൊരു മിഡ് ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് ഹിസ്റ്റോപതോളജിയിൽ 2 മുതൽ 5 വർഷത്തെ സ്ട്രോങ് എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ മിഡ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി സീനിയർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റോളജി ആൻഡ് ലാബ് മാനേജ്മെന്റിൽ 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവർക്കൊരു സീനിയർ ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു ഹിസ്റ്റോപതോളജി ടെക്നോളജിസ്റ്റിന് കിട്ടുന്ന ഒരു മാസത്തെ ഇവിടുത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെ. INR നോക്കിക്കഴിഞ്ഞാൽ 2,20,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെ. അതായത് 2,70,000 മുതൽ 3,15,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കാം. സീനിയർ ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെ. അതായത് INR എന്ന് പറയുന്നത് 3,15,000 മുതൽ 3,60,000 രൂപ വരെ. ഇനി നമുക്ക് ഈ മെഡിക്കൽ ടെക്നോളജിസ്റ്റിലെ ലാസ്റ്റ് പ്രൊഫൈൽ നോക്കാം. ലാസ്റ്റ് പ്രൊഫൈലാണ് ഇമ്മ്യൂണോളജി ടെക്നോളജിസ്റ്റ്. ഇവരുടെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഇവിടെ UAE വന്ന് വർക്ക് ചെയ്യാനെ കൊണ്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാനെ കൊണ്ട് വേണ്ട ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഇമ്മ്യൂണോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ അല്ലെങ്കിൽ ഇതുപോലെ ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേറ്റഡ് ഫീൽഡിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇവരെയും നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട മെയിനായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഇവർക്കും ACP, AMD ഓർ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ DHA ഓർ MOH AP നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ഓഫ് പ്രൊഫൈൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലുള്ള ഒരു ഇമ്മ്യൂണോളജി ടെക്നോളജിസ്റ്റിന് വേണ്ട എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു എൻട്രി ലെവലിലേക്ക് ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് മിഡ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് മിഡ് ലെവൽ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇനി സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണോളജി ടെക്നോളജി ഓർ ലാബ് മാനേജ്മെന്റിൽ 5 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്കൊരു സീനിയർ ലെവൽ അല്ലെങ്കിൽ സീനിയർ പോസ്റ്റിലേക്ക് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. അതായത് 2,25,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി മിഡ് ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 14,000 ദിർഹംസ് വരെയാണ്. ഇനി INR നോക്കിക്കഴിഞ്ഞാൽ 2,70,000 മുതൽ 3,15,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവലോട്ട് നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 14,000 മുതൽ 16,000 ദിർഹംസ് വരെയാണ്. അതായത് 3,15,000 മുതൽ 3,60,000 രൂപ വരെ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇവിടെ UAEയിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടെക്നോളജിസ്റ്റ് പ്രൊഫൈലുകൾ. സോ ഇനി അടുത്ത നമ്മുടെ ഈ ഒരു സീരീസിലെ അടുത്ത വരാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ തൊട്ടേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ ഹൈ പ്രൊഫൈൽ ജോലികളാണോ പറയുന്നത്, സാധാരണക്കാർക്ക് പറ്റുന്ന ജോലികളൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെയുള്ള അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്ന കുറച്ച് ബ്ലൂ കോളർ ജോലികൾ, അതായത് നമ്മുടെ AC ടെക്നീഷ്യന്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യന്, ഇങ്ങനെയുള്ള അല്ലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഫൈലുകളാണ്. ഇവിടെ അവർക്ക് കിട്ടുന്ന ഒരു സാലറിയും അവർക്കുള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ജോലി ഏരിയകളെ കുറിച്ചൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജോലികളിലൊന്നും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണോ ആ പ്രൊഫൈൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഫൈലിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി പ്രൊഫൈലിന് ഇവിടെ എത്രത്തോളം സാലറി അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും നമ്മുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കുറച്ചുകൂടി നന്നായിട്ട് വേണം. ഇടയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരിയായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ തോന്നലുണ്ടാവരുത്. നിങ്ങളങ്ങനെ സപ്പോർട്ട് കുറയുമ്പം ഞാനും ഒരു എന്താ പറയുക, ഞാനും ഇങ്ങനെ ഒന്ന് ലാഗ് ആവുന്നൊരു തോന്നൽ എനിക്കും വരുന്നുണ്ട്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നമുക്ക് നമ്മളൊരു നമ്മളൊരു യാത്ര തുടങ്ങിയതാണ്. ഈ യാത്ര നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കട്ടയ്ക്ക് കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക. ഒന്ന് മടി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉഷാറായിട്ട് വരിക. ഞാനും ഉഷാറായിക്കൊണ്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.